അമ്മച്ചിക്ക് കുഞ്ഞു ഉണ്ടായി. അവളുടെ പേര് അഫ്നാന. അപ്പം എൻ്റെ അപ്പച്ചി ഇന്ത്യൻ ബസ്സിലാ ഡ്രൈവറാ. ഇന്ന് നമുക്ക് കുറച്ച് കുട്ടി കച്ചവടക്കാരെ കണ്ടാലോ? കുറച്ച് കുട്ടി പട്ടാളങ്ങളെ കാണാൻ വായ. കുട്ടി വ്യാപാരികളെ കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവര് എന്തൊക്കെയാ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാട്ടോ. ഇത് എന്തൊക്കെയാ മോനെ? ഇത് ചാമ്പയ്ക്ക, ഇത് മാങ്ങ. മാങ്ങ ഉപ്പിലിട്ടിട്ട് ഇതില് എന്തൊക്കെയാ ഇട്ടിരിക്കുന്നത്? എണ്ണ. അപ്പൊ ഉപ്പും മുളക് എണ്ണ ഉണ്ട് ഇതില്. ഇതെന്താ? ഇത് എവിടുന്ന ചാമ്പയ്ക്ക? അത് അവിടുത്തെ താത്താന്റെ കുടിയിൽ നിന്ന് അവർക്ക് കിട്ടിയതാട്ടോ. ഇതോ? ഇത് പേരയ്ക്ക. പേരയ്ക്ക നിങ്ങളുടെ കുടിയിലുണ്ടായതാ? ഇത് ഇവരെ കുടിയിലുണ്ടായതാണ്. ഇത് മൽബറി. അപ്പൊ മൽബറി ഒക്കെ വാങ്ങി. അപ്പൊ ഈ ഒരു വഴിയോര യാത്രക്കാർക്ക് ഈ കുട്ടികളെ ഒരു കൗതുകം തോന്നാൻ ഇവരെടുത്ത് വാങ്ങുകയും ചെയ്യാം. നിങ്ങൾ വെക്കേഷൻ മുഴുവൻ ഇവിടെ ഉണ്ടാവോ? അപ്പൊ ഇവര് വെക്കേഷൻ കഴിയോളം ഇവിടെ ഉണ്ടാവുന്ന പറയണത്. മോളെ പേരെന്താ? റീഫ കുട്ടിയുണ്ട്. നീ? പിന്നെന്താ? ഫരീൻ. ഫരീൻ. നിന്റെ പേര്? റഫാൻ. നിന്റെ? ഫയോന. അപ്പൊ 4 വ്യത്യസ്തമായ പേരുകളുള്ള ഇവര് ഈ ഒരു കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു അടിയോര യാത്രക്കാർക്ക് ഇതുവരെ മേടിക്കാൻ ഒരു കൗതുകം തോന്നും കേട്ടോ. ഇവര് സഹായിക്കാം. അപ്പൊ എനിക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ. നിന്റെ അടുത്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ല, ഗൂഗിൾ പേ ഇല്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? പൈസ ആകെ 10 രൂപയുള്ളൂ. എന്താ ചെയ്യാ? അതിന് 10 രൂപ. അപ്പൊ അത് വാങ്ങിയിട്ട് 10 രൂപയ്ക്ക് അല്ലേ? എന്നാ ശരി. ഇത് ആരത്തെ പൈസ ഉണ്ട്? അതെ. എന്നാ ഇതിൽ 10 രൂപ ഉണ്ടോ നോക്കിയോ? അപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഇനി സംഘടിപ്പിച്ചിട്ട് ഇവിടെ ഒരു QR കോഡ് ആക്കിയിട്ട് ഇവിടെ വെക്കണം കേട്ടോ. അപ്പൊ ആൾക്കാർക്ക് എന്നാ വരുന്ന സമയത്ത് എല്ലാവരും ഇപ്പൊ പൈസ ഇല്ലല്ലോ. ഇപ്പൊ ഗൂഗിൾ പേ അല്ലേ? അപ്പൊ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് പൈസ കിട്ടും കേട്ടോ. അപ്പൊ ഓക്കെ. ഇത് നോക്കട്ടെ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് പനമണ്ണ റോഡ് അല്ലേ? പനമണ്ണ 5-ാം മൈല്. അപ്പൊ ഈ ഒരു വഴിയോര യാത്രയിൽ ഇത് വാങ്ങാൻ കഴിക്കുക. ഇതിനായിട്ട് ഒരു സെൽഫി എടുക്കാൻ പോവാം. ഞങ്ങൾ ഇന്നൊരു പ്രൊമോഷൻ വീഡിയോന്റെ ഭാഗമായിട്ട് പോയപ്പോഴാണ് ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പളശ്ശേരി പോകുന്ന റൂട്ടിൽ ഇങ്ങനെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം അവർ മൊബൈലിലൊന്നും കളിച്ചിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അവരിത് വിൽക്കുന്നുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പാക്ക് ചെയ്ത് കൊണ്ട് വിൽക്കുന്നുണ്ട്. അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് ഒരു മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ എടുത്തതാണ്. സ്കൂൾ വെക്കേഷൻ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാവൂല്ലേ കച്ചവടത്തിന്? ഇതിന് കിട്ടിയ പൈസ എന്താ ചെയ്യാ നിങ്ങള്? അതെ. ഇതിനിപ്പോ എത്ര? 10 രൂപ. അതിനെത്ര? ഇപ്പൊ 10 അതിൽ ചേഞ്ച് ഉള്ളു. അപ്പൊ ഇനി വരുമ്പോ മേടിക്കാം. ഓക്കെ.